കായംകുളം MSM കോളേജിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. കെ-ഡിസ്ക് വിജ്ഞാന കേരളവുമായി സഹകരിച്ച് കോളേജിന്റെ പ്ലേസ്മെന്റ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് തൊഴിൽമേള നടത്തിയത്. കായംകുളം MSM കോളേജിൽ വിപുലമായ തൊഴിൽമേള സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ നേരിട്ട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിച്ചത്. മേളയിൽ പ്രമുഖ സ്ഥാപനങ്ങൾ പങ്കെടുത്തു. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അഭിമുഖങ്ങളിലും കരിയർ മാർഗനിർദ്ദേശ പരിപാടികളിലും പങ്കെടുത്തു. KDISC വിജ്ഞാന കേരളവുമായി സഹകരിച്ച് കോളേജിന്റെ പ്ലേസ്മെന്റ് സെല്ലിന്റെ നേതൃത്വത്തിലായിരുന്നു തൊഴിൽമേള സംഘടിപ്പിച്ചത്. ഇന്റർവ്യൂ സെഷനുകൾ, വ്യക്തിത്വ വികസന ക്ലാസുകൾ, സ്ഥാപനങ്ങളുമായുള്ള നേരിട്ടുള്ള അഭിമുഖങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് മാനേജരായ P. ഹിലാൽ ബാബു നിർവഹിച്ചു. കെ-ഡിസ്ക് വിജ്ഞാന കേരളം അഡ്വൈസറും മുൻ ധനകാര്യമന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് ഓൺലൈനായി മുഖ്യ അതിഥി എന്ന നിലയിൽ പങ്കെടുത്തു. അത്തരത്തിലുള്ള പ്രൊഫഷണലായ പൂർവ്വ വിദ്യാർത്ഥികളെ വിദേശത്തും നാട്ടിലുമുള്ള വലിയ HR ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവര്, മാനേജർമാര്, അവര് തങ്ങൾ പഠിച്ച കോളേജിലെ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള മെന്റർമാരായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലവസരങ്ങൾ മനസ്സിലാക്കി തൊഴിൽ പരിശീലനം നടക്കും. ആ പരിശീലനം നടത്തുന്നത് നിങ്ങളെപ്പോലെ ഒരിക്കലും നിങ്ങളുടെ കോളേജിൽ നിന്ന് പഠിച്ച് പുറത്ത് പോയി നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ആളുകൾ അവരാണ് സഹായിക്കാൻ വരുന്നത്. ഓരോ വിദ്യാർത്ഥിക്ക് 1-2 പേരുണ്ടാവുന്നത് സഹായിക്കാനായിട്ട്. അത്തരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു വലിയ പരീക്ഷണമാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. കേരളവും നമ്മുടെ ഇന്ത്യയും ഗുരുതരമായ ചില പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. വിദേശങ്ങളിലേക്ക് പോവുകയും പഠനാർത്ഥം പോകുന്നവർ അവിടെ തന്നെ ശിഷ്ടകാലത്ത് അവിടെ ചേക്കേറുന്ന ഒരു ഗുരുതരമായ അവസ്ഥ ഇവിടെ സംജാതമാകുന്നത് അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നമ്മൾ വായിച്ചു. സത്യമാണ്. ഇതുണ്ടാക്കുന്ന പ്രശ്നം ഇവിടെ വിദ്യാസമ്പന്നരായ ബുദ്ധിയും വിവേകവുമുള്ള ആ ഒരു സമ്പത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണല്ലോ. ഇത് നമ്മുടെ കേരളത്തിനും നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള നമുക്ക് ആവശ്യമായി വരുന്ന ഈ യുവാക്കളെ, വിദ്യാസമ്പന്നരായ യുവാക്കളെ, നമുക്ക് മാതൃകയാക്കേണ്ട യുവാക്കളെ കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് താഹ ഉൾപ്പെടെയുള്ള അധ്യാപകർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.